ഹായ്, ഹലോ, നമസ്കാരം. കോറൽ ഡ്രോയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ കണ്ട് മനസ്സിലാക്കാൻ പോകുന്നത് ഒരു വിസിറ്റിംഗ് കാർഡ് എങ്ങനെ കോറൽ ഡ്രോയിൽ ക്രിയേറ്റ് ചെയ്യാമെന്നതാണ്. ഓക്കെ. അപ്പോൾ നമുക്കിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ എനിക്കിപ്പോൾ ഒരു മലയാളം നോട്ടീസ് ഡിസൈൻ ചെയ്ത് കാണിക്കാം. ഫ്ലെക്സ് ബോർഡ് ഡിസൈൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാം. ലെറ്റർ ഹെഡുകൾ, അതേപോലെ തന്നെ മെനു കാർഡുകൾ, ഇതെല്ലാം എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇന്നത്തെ എപ്പിസോഡിൽ നിങ്ങൾക്ക് മുന്നിലായിട്ട് എനിക്ക് പരിചയപ്പെടുത്താം. ഓക്കെ. പക്ഷേ ഞാനത് ഇന്നത്തെ എപ്പിസോഡിൽ വിസിറ്റിംഗ് കാർഡിലേക്ക് പോകാൻ കാരണം നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ആദ്യം പഠിക്കുന്നത്. ഓക്കെ. എന്നിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, അഡ്വാൻസ് ലെവലിലേക്ക് പോകാനായിട്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇപ്പോൾ ഒരു കൊച്ചുണ്ടായി, ആ ഒരു കൊച്ച് ജനിച്ച ഉടനെ നടക്കില്ലല്ലോ. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടല്ലേ നടക്കുള്ളൂ. അതായത് ആദ്യം മുട്ടുകുത്തി പിന്നെ അങ്ങനെ നടന്ന് അങ്ങനെയല്ലേ ശ്രമിക്കുക, മീൻസ് അങ്ങനെയല്ല ഒരു കൊച്ച് നടന്ന് തുടങ്ങാം. ഓക്കെ. അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, കോറൽ ഡ്രോയിങ്ങിനെ കുറിച്ച് ആലോചിക്കാം. അതായത് ഇപ്പോൾ ആദ്യം തന്നെ ഒരു കട്ടിയുള്ള വർക്ക് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യാനായിട്ട് ചിലപ്പോൾ പാടായിരിക്കുള്ളൂ. ഓക്കെ. അപ്പോൾ എൻ്റെ ഒരു ക്ലാസ്സിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതൊരു ബിഗിനർ ആയിട്ടുള്ള ആളുകൾക്ക് എന്ത് വേണം, കോറൽ ഡ്രോ എന്നൊരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്യാൻ പറ്റണം. അതാണ് എൻ്റെ ക്ലാസ്സിൻ്റെ ഒരു ഉദ്ദേശം. ഓക്കെ. നമുക്ക് ബേസിക് ആയിട്ടുള്ള ലെവലിൽ പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അഡ്വാൻസ്ഡ് ലെവലിലേക്ക് പോകുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. അങ്ങനെ മനസ്സിലാക്കി തന്നാലാണ് നിങ്ങൾക്ക് കാര്യമുള്ളൂ. ഓക്കെ. അപ്പോൾ നമുക്ക് പല ടൂളുകളും എവിടെയെല്ലാം യൂസ് ചെയ്യണമെന്ന് ബേസിക് ആയിട്ടുള്ള ക്ലാസ്സുകൾ തുടങ്ങി മീൻസ് കണ്ടാലാണ് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ. അല്ലെങ്കിൽ ഇപ്പോൾ അഡ്വാൻസ് ലെവലിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞു തരാൻ അറിയാം, പക്ഷേ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് ടച്ച് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ ബേസിക് ആയിട്ടുള്ള കാര്യം മുതൽ പോകുന്നത് കേട്ടോ. ഓക്കെ. അപ്പോൾ ഞാൻ ഇവിടുന്ന് പുതിയൊരു പേജ് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. പുതിയൊരു പേജ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇത് ഇവിടെ ഒരു പ്ലസിൻ്റെ സിമ്പിൾ കണ്ടോ. ഞാൻ യൂസ് ചെയ്യുന്നത് 2022 വേർഷനാണ്. ഓക്കെ. അപ്പോൾ നമുക്ക് വേറെ വേർഷനാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരാം. 2022 വേർഷൻ ഇതാണ്. ഓക്കെ. ഞാൻ യൂസ് ചെയ്യുന്നത് 22 ആണ്. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഇൻ്റർഫേസ്. അപ്പോൾ ഞാൻ ഇതിന് റിലേറ്റഡ് ആയിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അപ്പോൾ നേരെ ക്ലാസ്സിലേക്ക് പോവാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു പ്ലസിൻ്റെ സിമ്പിളിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് കണ്ടോ, ഇതിനെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് കണ്ടോ ഇവിടെ ക്രിയേറ്റ് ന്യൂ ഡോക്യുമെൻ്റ് എന്നൊരു ഓപ്ഷൻ ആയിരിക്കും വരാം. ഓക്കെ. ഈ ഒരു പേജിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ് നമ്മൾ അളവുകളും മറ്റു കാര്യങ്ങളും ഇങ്ങനെ കൊടുക്കുന്നത്. ഇതിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഓൾറെഡി മുമ്പേ ചെയ്തിട്ടുണ്ട്. കോറൽ ഡ്രോയുടെ 4 എപ്പിസോഡുകൾ, 4 3 ഓക്കെ, എത്രയോ ഒരു എപ്പിസോഡിൽ മുന്നേ കഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം തൊട്ടുള്ള ക്ലാസ്സുകൾ, അതായത് ബിഗിനേഴ്സിനെ സംബന്ധിച്ചിട്ടുള്ള ക്ലാസ് ആദ്യമേ തന്നെ ഇട്ടിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ആ ഒരു ക്ലാസ് കണ്ട് വന്നിട്ട് ഈ ഒരു ക്ലാസ് കാണുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. അതായത് ഇപ്പോൾ പേജ് സെറ്റ് ചെയ്യുന്നത് എങ്ങനെ, ഈ RGB എന്താണ്, CMYK എന്താണ്, അതേപോലെ തന്നെ ടൂളുകളുടെ പ്രത്യേകത, ആ ടൂൾ എങ്ങനെയാണ് യൂസ് ചെയ്യുക, ഇതെല്ലാം ഞാൻ മുന്നത്തെ ക്ലാസ്സിലൂടെയും പറഞ്ഞു പോയേക്കുന്നതാട്ടോ. അപ്പോൾ ഞാൻ ഇന്നത്തെ ക്ലാസ്സിലൂടെയും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് ബോറടിക്കും, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഓക്കെ. അപ്പോൾ ഞാൻ ഈ ഒരു പ്ലസ്സിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നോക്കി, ഇവിടെ ക്രിയേറ്റ് ന്യൂ ഡോക്യുമെൻ്റ് എന്നൊരു ഓപ്ഷൻ വരും. അതുപോലെ നമുക്ക് ഇവിടുന്ന് ഫയലിൽ ന്യൂവിൽ ക്ലിക്ക് ചെയ്താലും കണ്ടോ ഈ സെയിം ഓപ്ഷൻ വരും. ഓരോന്നിനും ഓരോ ഷോർട്ട് കീ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായി. മാക്സിമം ഷോർട്ട് കീകൾ നിങ്ങൾ യൂസ് ചെയ്യാൻ നോക്കുക. ഓക്കെ. അപ്പോൾ നമുക്ക് ആ മൗസിൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ, ആ ഒരു ടൈമിങ്, അങ്ങനെ എടുക്കുന്ന ഒരു ടൈമിങ് അത് ഒഴിവാക്കാൻ പറ്റും. ഓക്കെ. അപ്പോൾ നമുക്ക് വർക്ക് കുറച്ചും കൂടി ഫാസ്റ്റാക്കി എടുക്കാൻ പറ്റും. ഫയൽ എടുത്തു ന്യൂവിൽ ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെ വരുമെന്ന് പറഞ്ഞു. കീബോർഡിൽ നോക്കി ഇവിടെ നോക്കി Ctrl N ആണ് ഷോർട്ട് കീ. കീബോർഡിൽ Ctrl N അടിച്ചാലും നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു പേജിൻ്റെ അളവ് കൊടുക്കാനുള്ള ഓപ്ഷൻ വരും. ഇവിടെ നെയിം എന്ന് പറഞ്ഞൊരു ബോക്സിൽ കണ്ടോ അൺഡേറ്റഡ് 1 എന്നാണ് കിടക്കുന്നത്. നമ്മളൊരു വർക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ക്ലയൻ്റാണ് വർക്ക് തരുന്നതെങ്കിൽ അവരുടെ പേര് എന്ത് ചെയ്യുക, അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതായത് ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ നിന്ന് ബിച്ചൂസ് ബർഗറിൻ്റെ ഒരു വിസിറ്റിംഗ് കാർഡ് ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് വയ്ക്കുക. പക്ഷേ ഞാൻ ഇവിടെ നിന്ന് അൺഡേറ്റഡ് 1 എന്ന് പറഞ്ഞ് സേവ് ചെയ്തു, ഒരു പേര് കൊടുത്തു, ഓക്കെ പ്രസ് ചെയ്തു. ഞാൻ ഇവിടെ നിന്ന് ഫയലിൽ സേവ് ആസ് കൊടുക്കുന്ന സമയത്ത് കണ്ടോ ഇവിടെ അൺഡേറ്റഡ് എന്ന് തന്നെയേ വരുള്ളൂ. ഓക്കെ. അവിടെ എന്ത് പേരാണോ കൊടുക്കുന്നത്, ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ ആയിട്ട് ഇവിടെ നേരത്തെ അൺഡേറ്റഡ് എന്നല്ല കൊടുത്തത്, ഞാൻ ഇവിടെ നിന്ന് ബിച്ചു എന്ന് കൊടുക്കാം. ഓക്കെ. കൊടുത്തു ക്ലോസ് ചെയ്യാട്ടോ പണ്ടത്തെ. പക്ഷേ ഇവിടെ നിന്ന് ഫയൽ സേവ് ആസ് വരുന്ന സമയത്ത് കണ്ടോ ഇവിടെ എന്താവും, ബിച്ചൂസ് എന്ന് വരും. നമ്മൾ അവിടെ വർക്കിന് പേര് എന്താണോ കൊടുക്കുന്നത് അതായിരിക്കും ഓട്ടോമാറ്റിക് ആയിട്ട് ഇവിടെ എന്ത് വരിക, ഫയൽ നെയിമിൻ്റെ സ്ഥാനത്ത് വരാം. മനസ്സിലായെന്ന് കരുതാണ്. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഒരു വർക്ക് കിട്ടുകയാണെങ്കിൽ ഒരിക്കലും അത് അൺഡേറ്റഡ് 1 2 3 4 5 6 അങ്ങനെ സേവ് ചെയ്ത് പോകരുത്. ഓരോന്നിനും എന്ത് ചെയ്യുക, ഓരോ പേര് കൊടുത്തു പോവുക. ഓരോ വർക്കിനും അതിൻ്റേതായിട്ടുള്ള ഒരു ഫയൽ നെയിം എന്ത് ചെയ്യുക, നിങ്ങൾ കൊടുത്തു പോകുക. നാളെ ഒരിക്കലും ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ നിന്ന് ബിച്ചൂസിൻ്റെ വർക്ക് ചെയ്യുന്നത്. ഓക്കെ. നാളെ ഒരിക്കലും അല്ലെങ്കിൽ പിറ്റേ ദിവസം അല്ലെങ്കിൽ 2 മാസം കഴിഞ്ഞ സമയത്ത് അവർ വേറൊരു ബ്രാഞ്ച് തുടങ്ങാൻ ഉദ്ദേശിക്കാമെന്ന് വയ്ക്കുക. അപ്പോൾ ഒരു ക്ലയൻറ്റിന് നമ്മളൊരു വർക്ക് ചെയ്ത് കൊടുത്തു, ആ ഒരു ക്ലയൻറ്റിന് നമ്മൾ വർക്ക് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ വർക്ക് അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അതായത് കറക്റ്റ് സമയത്ത് നമ്മൾ പ്രിൻ്റ് എടുത്ത് ഡിസൈൻ ചെയ്ത് കൊടുത്ത് അവർക്ക് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു ക്ലയൻറ്റ് നമ്മളെ വിട്ട് പോകില്ല. ഓക്കെ. നമ്മളിപ്പോൾ ഡിലേ ആക്കും തോറും എന്താവും, അവർ നമ്മളെ ഇങ്ങനെ മീൻസ് നമ്മളിങ്ങനെ കൊള്ളൂല, മീൻസ് നമ്മളിങ്ങനെ വർക്ക് പെൻഡിങ് ആക്കി വയ്ക്കുന്ന ആളാണ്. അപ്പോൾ നാളെ ഒരിക്കലും അവർക്ക് വർക്ക് വരുന്ന സമയത്ത് നമ്മൾക്ക് തരൂല, വേറെ ആരെങ്കിലും കൊടുക്കുള്ളൂ. അപ്പോൾ നിങ്ങൾ ഒരു ക്ലയൻറ്റിന് കിട്ടിയിട്ടെങ്കിൽ എന്ത് ചെയ്യുക, അവർക്ക് മീൻസ് അവരിനെ ബുദ്ധിമുട്ടിക്കാതെ എന്ത് ചെയ്യുക, നമ്മൾ വർക്കുകൾ എത്രയും പെട്ടെന്ന് ഫാസ്റ്റ് ആക്കി കൊടുക്കാം. ഒരു ക്ലയൻറ്റിനെ നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ക്ലയൻറ്റ് നമുക്ക്
നമ്മുടെ കയ്യിൽ നിന്ന് പോകില്ല. ഓക്കെ, അത് ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കാം. ഓക്കെ, അപ്പം ഞാൻ ഇവിടുന്ന് വിഷയത്തിൽ നിന്ന് മാറിപ്പോയി, സോറി കേട്ടോ. അതായത് എൻ്റെ ക്ലാസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീൻസ് എല്ലാവർക്കും മനസ്സിലാവണം, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പം ഞാൻ ഇവിടുന്ന് അൺടൈറ്റിൽഡ് കാര്യമാണ് പറഞ്ഞത്. ഓക്കെ, അപ്പം ഞാനിപ്പോൾ പറഞ്ഞു ബിച്ചൂസ് 1, 2 അങ്ങനെ കൊടുക്കുന്നത് മീൻസ് അൺടൈറ്റിൽഡ് 1, 2 എന്ന് കൊടുക്കണമെങ്കിൽ ഓരോ വർക്കിനും ഓരോ പേര് കൊടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ ബിച്ചൂസിന് ഒരു പേര് കൊടുത്തു, അതേപോലെ തന്നെ ലിമാറ, അവർക്കൊരു കമ്പനി മീൻസ് ഒരു വിസിറ്റിംഗ് കാർഡ് അല്ലെങ്കിൽ ഒരു വർക്ക് വരാണെങ്കിൽ അവരെന്ത് ചെയ്യാം, ഫയൽ നെയിമായിട്ട് ലിമാറ എന്ന് കൊടുക്കുക. അതേപോലെ തന്നെ കെ പി ചാക്കോ അങ്ങനെ പറയുകയാണെങ്കിൽ കെ പി ചാക്കോ എന്ന് പേര് കൊടുക്കുക. അതേപോലെ തന്നെ ബിൻസിയ ഒരു വർക്ക്, ഒരു ഡെന്റൽ ഹോസ്പിറ്റലിൻ്റെ വർക്ക് വരാണെങ്കിൽ അവരുടെ വർക്കിൻ്റെ പേര് കൊടുക്കുക. കുബൂസ് ഫുഡ് പ്രൊഡക്റ്റിൻ്റെ ആണെങ്കിൽ അതിൻ്റെ കൊടുക്കുക. ഓക്കെ, അപ്പോൾ മീക്കാസീസ് ഫാൻസി ഡ്രസ്സ് ആണെങ്കിൽ അവരുടെ പേര് കൊടുക്കുക, മീക്കാസീസ് ഫാൻസി ഡ്രസ് എന്ന പേര് കൊടുക്കുക. ഓരോ ഫയൽ നെയിമിനും അവരുടെ പേര് കൊടുക്കുക. നാളെ ഒരിക്കലും അത് എഡിറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അവർക്കത് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഇപ്പോൾ ബിച്ചൂസിനൊരു വേറൊരു ഫ്രാഞ്ചൈസി തുടങ്ങാമെന്ന് വയ്ക്കുക, അല്ലെങ്കിൽ വേറൊരു ബ്രാഞ്ച് തുടങ്ങാമെന്ന് വയ്ക്കുക. അപ്പോൾ ചിലപ്പോൾ അവർ തുടങ്ങിയിരിക്കുന്നത് കൊടുങ്ങല്ലൂർ സ്റ്റേഷൻ മീൻസ് സ്റ്റോപ്പിലായിരിക്കുള്ളൂ. ഇപ്പോൾ വീണ്ടും ഒരു പുരി ബസാറിലേക്ക് വേറൊരു ഷോറൂം ഇടുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ആ വിസിറ്റിംഗ് കാർഡിൻ്റെ അവിടെ എന്ത് ചെയ്യണം, അത് മീൻസ് രണ്ടാമത് ഓപ്പൺ ചെയ്തിട്ട് പുരി ബസാർ ജംഗ്ഷൻ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് തിരുത്തി കൊടുത്താൽ മീൻസ് തിരുത്തി അവർക്ക് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. പക്ഷേ അൺടൈറ്റിൽഡ് 1, 2, 3 എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓരോ ഫയലും നമ്മൾ എന്ത് ചെയ്യണം, അങ്ങനെ രാപ്പകലില്ലാതെ നമ്മൾ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കൊടുക്കേണ്ടി വരും. അത് എവിടെയാണ് സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏതൊരു പേരിലാണ് സേവ് ചെയ്തിട്ടേക്കണേ നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ ഒരു പേര് കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക, കറക്റ്റ് പ്രോപ്പർ ആയിട്ടുള്ള പേരിൽ എന്ത് ചെയ്യുക, നിങ്ങൾ സേവ് ചെയ്യാൻ നോക്കാന്നല്ല നോക്കണം. ഓക്കെ, അപ്പം ഞാൻ ഫയലിൽ ന്യൂ എടുത്തു. ഇവിടുന്ന് ബിച്ചു, ഞാൻ ഒരു വിസിറ്റിംഗ് കാർഡായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന്, ബിച്ചു വിസിറ്റിംഗ് കാർഡ് CMYK എന്താണ്, RGB എന്താണെന്നൊക്കെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഞാൻ ഇവിടുന്ന് ഓൾറെഡി വിട്ടും ഹൈറ്റും നേരത്തെ ഒരു ഇതിൽ ചുമ്മാ കൊടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ വിസിറ്റിംഗ് കാർഡിൻ്റെ വിട്ടും ഹൈറ്റ് എന്ന് പറയുന്നത്, വിട്ട് ഞാനൊരു 9.2ഉം ഹൈറ്റ് 5.1ഉം കൊടുക്കുകയാണ്. ഓക്കെ, ഇതാണ് CM ആട്ടോ. ഇവിടുന്ന് നമുക്ക് അളവ് മാറ്റാം. ഓക്കെ, ഓറിയൻറ്റേഷൻ നമുക്ക് പോർട്രേറ്റ് ആണെങ്കിൽ പോർട്രേറ്റ് ആക്കാം, ലാൻഡ്സ്കേപ്പ് ആണെങ്കിൽ ലാൻഡ്സ്കേപ്പ് ആക്കാം. ഓക്കെ, കൂടുതലും ഈ ID കാർഡുകൾ, താങ്ക്സ് കാർഡ് ഒക്കെ അല്ലേ, വെഡിങ്ങിന് കൊടുക്കുന്ന സമയത്ത് താങ്ക്സ് കാർഡ് ഒക്കെ അല്ലേ, അതൊക്കെയാണ് കൂടുതലായിട്ടും ഞാൻ പോർട്രേറ്റിൽ യൂസ് ചെയ്യുന്ന കണ്ടിട്ടുള്ളൂ. ചെയ്യണമെങ്കിൽ ചെയ്യാം, സീനൊന്നുമില്ല. അതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, ലാൻഡ്സ്കേപ്പിൽ ചെയ്യണമെങ്കിൽ ലാൻഡ്സ്കേപ്പിൽ ചെയ്യാം. ജസ്റ്റ് ഒന്ന് നോക്കി പ്രസ് ചെയ്യുക, റെസൊല്യൂഷൻ 300 കൊടുക്കാൻ മറക്കരുത്. ഇതാണ് നമ്മുടെ വിസിറ്റിംഗ് കാർഡിൻ്റെ സൈസ് സെറ്റാ. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് മൗസ് സ്ക്രോൾ ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കണ്ടോ, അത് സൂം ഔട്ട് ആവും, സ്ക്രോളിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ സൂം ഇൻ ആവും കേട്ടോ. ഓക്കെ, ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്, നമ്മുടെ ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരു വിസിറ്റിംഗ് കാർഡ് ഇരിക്കണമെന്ന് വയ്ക്കാം, സാമ്പിളായിട്ട് നമ്മളൊരു ചെയ്യാനായിട്ട് ഒരു വിസിറ്റിംഗ് കാർഡ് ഇരിക്കണമെന്ന് വയ്ക്കാം. ഒരിക്കലും നമ്മൾ മോണിറ്ററിൽ ആ സ്ക്രീനിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് വിസിറ്റിംഗ് കാർഡിനെ കമ്പാരിസൺ ചെയ്യരുത്. അതായത് നമ്മളിപ്പോൾ ഈ കൊടുത്ത പേജിൻ്റെ കറക്റ്റ് അളവ് തന്നെയാണോ നമ്മുടെ കയ്യിലിരിക്കുന്ന വിസിറ്റിംഗ് കാർഡെന്ന് ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്, ഇങ്ങനെ കമ്പാരിസൺ ചെയ്ത് നോക്കരുത്. ആ ഒരു പ്രക്രിയ തെറ്റാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ കൊടുത്ത ഒരളവ് കറക്റ്റ് ആണെങ്കിൽ എന്താവും, പേജിൻ്റെ അളവും കറക്റ്റ് തന്നെയായിരിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്ത് പോണില്ല. അപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് ഇവിടെ നിന്ന് ഒരു റെക്ടാങ്കിൾ ടൂൾ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വരയ്ക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, ഇതിൻ്റെ പുറത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ, ഈ ഒരു ഔട്ട്ലൈൻ ഈ ഒരു പേജിൻ്റെ പുറത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ അത് കാണാനായിട്ട് ഒരു സൂത്രവിദ്യ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ ഫയലിൽ വന്നിട്ട് ഇത് ഇവിടെ നിന്ന് നോക്കിയാൽ വൈഫ് ഫ്രെയിം എടുത്ത് നോക്കിയിട്ട് ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത് കണ്ടോ, ഇത് കറക്റ്റ് കണ്ടോ, ഇതിങ്ങനെ കയറി വന്നിട്ടുണ്ട്, മീൻസ് കണ്ടോ, ഇവിടെ നിന്ന് ഇങ്ങനെ ഇത്രയും ഗ്യാപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഇവിടെ കൂട്ടി മുട്ടിയിട്ടില്ല. ഓക്കെ, അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. ചിലപ്പോൾ പേജിൻ്റെ അളവ് കൂടി പോകാൻ പ്രിൻ്റ് എടുക്കുന്ന സമയത്ത് അങ്ങനെ പല പ്രശ്നങ്ങളും വരാം. അപ്പം അത് പരിഹരിക്കാനായിട്ട് നമുക്ക് കറക്റ്റ് ഒരു സ്ക്വയർ വരാനായിട്ട് ഈ ഒരു സ്ക്വയർ കണ്ടോ, ജസ്റ്റ് ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി. സ്ക്വയർ അല്ല, റെക്ടാങ്കിളിൽ ജസ്റ്റ് ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നോക്കി ഈ ഒരു പേജിൻ്റെ കറക്റ്റ് ഔട്ട്ലൈനായിട്ട് ആ ഒരു സംഭവം വന്നു, നോക്കി കണ്ടോ. അപ്പം ഞാൻ ഒരു ബ്ലാക്ക് കളർ കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഡിലീറ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തു. ഒന്നല്ലെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ കളർ സെറ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് കണ്ടോ, ഇതിങ്ങനെ ഒരാരോഗ്യം വരുന്ന സമയത്ത് ഇവിടെ നോക്കി, അതായത് ഇപ്പോൾ ഒരു മോഡൽ പോലെ ഞാൻ കൊടുക്കണമെന്നുള്ളൂ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇതൊന്ന് ആദ്യം പ്രാക്ടീസ് ചെയ്ത് നോക്കാം, എന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങളുടെ ലെവലിലേക്ക് വന്നാൽ മതി. ഓക്കെ, വീണ്ടും ഞാൻ ജസ്റ്റ് വന്നിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് വീണ്ടും ഒരു ബ്ലാക്ക് കളർ തന്നെ ബാക്ക്ഗ്രൗണ്ടായിട്ട് ഫില്ല് ചെയ്യുകയാണ്. ഇപ്പം നിങ്ങൾക്ക് ഡൗട്ട് വരെ ഇവിടെ തന്നെ ബാക്ക്ഗ്രൗണ്ട് കൊടുത്തേന്നല്ലേ. ഓക്കെ, ഞാൻ ഇവിടുന്ന് ഇപ്പോൾ ജസ്റ്റ് വന്നിട്ട് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഒരു വൈറ്റ് കൊടുക്കുകയാണ്. ഓക്കെ, വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ വൈറ്റ് വന്നൊന്നും കാണാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ ചുമ്മാ ക്ലിക്ക് ചെയ്ത് പോയെന്നുള്ളൂ. ഓക്കെ, ഇവിടെ നോക്കിയ ഒരു ഔട്ട്ലൈൻ പോലെ ഇത് കണ്ടോ. എനിക്കിപ്പോൾ ഔട്ട്ലൈൻ വേണ്ട എന്നുണ്ടെങ്കിൽ ഇത് ഇവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നൺ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ നിന്ന് ഇത്രയും മോഡൽ ഡിസൈൻ ചെയ്തു. ഓക്കെ,
ഇനി ഇത് മൊത്തം സെലക്ട് ചെയ്തിട്ട് വീണ്ടും നമുക്ക് പുറത്തേക്ക് പോയിട്ടുണ്ടെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പം ഞാൻ ഇവിടുന്ന് വ്യൂവിൽ വന്നു, ഇവിടുന്ന് വയർ ഫ്രെയിം എടുക്കുന്ന സമയത്ത് കണ്ടോ ഇതിവിടെ കറക്റ്റാണ്. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ഒരു ഔട്ട്ലൈൻ നേരത്തെ കൊടുത്തിട്ട് ചെയ്തിട്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിരിക്കും. ഓക്കെ, ഇനി ഞാനൊരു ഫോൺ നമ്പർ കൊടുക്കാൻ ഉദ്ദേശിക്കുകയാണ്. ഓക്കെ, അപ്പം ഞാൻ ഇവിടുന്ന് ടെക്സ്റ്റ് ടൂൾ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ വൈറ്റ് ആക്കി. ഓക്കെ, പ്രസ് ചെയ്തു, PH എന്ന് കൊടുത്തു, ക്യാപ്സ് ലോക്ക് ഓൺ ആക്കി PH. ഓക്കെ, 1 2 3 4 5 6 7 8 9. ഓക്കെ, വീണ്ടും നമുക്ക് ഇവിടെ ജസ്റ്റ് ഇങ്ങനെ നീക്കി വയ്ക്കാം. ഇത് കറക്റ്റ് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നീക്കി വെച്ചത്. ഓക്കെ, വീണ്ടും ഡബിൾ ഇങ്ങനെ കുറച്ച് നമ്പർ കൊടുക്കാം. ഓക്കെ, 1 2 7 8 കുറച്ച് നമ്പർ കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ ഇത് കറക്റ്റായി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, സൈസ് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. സൈസ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇതിവിടെ കുറേ നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ തൽക്കാലം ഒരു 10 കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഒന്നിലെ നമുക്ക് മിനിമം വാല്യൂ എന്ന് പറയുന്നത് 6 മീൻസ് ചെറിയൊരു ടെക്സ്റ്റ് എന്നൊക്കെ പറയും. ഇപ്പോൾ MRP അല്ലെങ്കിൽ എക്സ്പയർ ഡേറ്റ് അങ്ങനെയൊക്കെ കൊടുക്കുമല്ലോ ചില നോട്ടീസ് മീൻസ് സ്റ്റിക്കർ വർക്കിലൊക്കെ. അപ്പോൾ അതിൻ്റെ സൈസൊക്കെ സൈസ് ഒരു 6 to 7 to 8 വരെയും വരാം. ഓക്കെ, അപ്പോൾ മിനിമം സൈസ് വായിക്കാൻ പറ്റുന്ന സൈസ് 12 ആയിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഒരു 10 കൊടുത്തു, എൻ്റർ ചെയ്യാണ്. ഇവിടെ നിന്ന് നമുക്ക് ഡയറക്റ്റ് വാല്യൂ ടൈപ്പ് ചെയ്യാമെന്നാണ് ഞാൻ പറഞ്ഞത്. 12 കൊടുത്ത് എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു വാല്യൂവിനുള്ള സൈസ് ആയിരിക്കും ഇവിടെ സെറ്റ് ആവാം. ഞാൻ ഇവിടെ നിന്ന് ഒരു 10 കൊടുത്തു, എൻ്റർ ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് കറക്റ്റ് ഇതിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ സെലക്ട് ചെയ്യാം. ഇതും സെലക്ട് ചെയ്തു, ഇതും സെലക്ട് ചെയ്തിട്ട്, അതായത് ബാക്ക്ഗ്രൗണ്ടും സെലക്ട് ചെയ്തിട്ട്, ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യാനായിട്ട് ഇത് ഓൾറെഡി സെലക്ട് ആണ്. ഞാൻ വീണ്ടും ചുമ്മാ ബാക്ക്ഗ്രൗണ്ടിൽ ചുമ്മാ ക്ലിക്ക് ചെയ്തത് കണ്ടോ, ബാക്ക്ഗ്രൗണ്ട് മാത്രമേ സെലക്ട് ആവുള്ളൂ. എനിക്ക് രണ്ടും കൂടി സെലക്ട് ആവണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ആദ്യം തന്നെ ഇത് സെലക്ട് ചെയ്യുക. കീബോർഡിൽ ഷിഫ്റ്റ് കീ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യുക. അപ്പോൾ ഇതെന്തായി, രണ്ടും സെറ്റായി. ഓക്കെ, ഞാൻ L കൊടുത്തു. ഓക്കെ, അപ്പോൾ എന്തായി, ലെഫ്റ്റിലേക്ക് പോകുന്നു. ഓക്കെ, കീബോർഡിൽ ചുമ്മാ L പ്രസ് ചെയ്താൽ മതി. അപ്പോൾ എന്തായി, ലെഫ്റ്റിലേക്ക് പോയി. 6 കൊടുക്കുന്ന സമയത്ത് കണ്ടോ റൈറ്റിലേക്ക് പോയി. വീണ്ടും T ജസ്റ്റ് ഒന്ന് ടെപ്ലേ ഇങ്ങനെ ക്ലിക്ക് ചെയ്തു. T എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടോപ്പ്. ഓക്കെ, അപ്പോൾ എന്താ ചെയ്യുന്നത്, കറക്റ്റ് ടോപ്പിലേക്ക് വന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കേണ്ട, ചുമ്മാ ഇങ്ങനെ വച്ച് കൊടുക്കേണ്ടതെന്ന് അർത്ഥം. മനസ്സിലായല്ലോ. ഒന്നല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇതിങ്ങനെ വച്ച് കൊടുക്കാം, അതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, ഷോർട്ട് കീ യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് T കൊടുത്തിട്ടുണ്ടെങ്കിൽ കണ്ടോ. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഇപ്പോൾ ഇതും രണ്ടും കൂടി സെലക്ട് ചെയ്യണം കേട്ടോ, എന്നിട്ട് വേണം ഈ സംഭവങ്ങൾ ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ കിട്ടില്ല. ഏതിൻ്റെ ടോപ്പിലേക്കാണ് പോകണമെന്ന് നമ്മൾ സ്പെസിഫൈ ചെയ്ത് കൊടുക്കണമല്ലോ. ഓക്കെ, അപ്പോൾ ഇത് കണ്ടോ, ആ രീതിയിൽ ടോപ്പിലേക്ക് കറക്റ്റ് ആയിട്ട് കയറി വരും. ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ രീതിയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ രീതിയിലും ചെയ്യാം കേട്ടോ. അത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇനി എനിക്കൊരു പിക്ക് എന്ത് ചെയ്യണം, ഇതിൻ്റെ ഉള്ളിലേക്ക് ഇമ്പോർട്ട് ചെയ്യണം. അതുമില്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ടെക്സ്റ്റർ പോലത്തെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ എന്തുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കൊണ്ടുപോകാം കേട്ടോ. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് ഡിലീറ്റ് ചെയ്തിട്ട് ഫയലിൽ ഇവിടെ നോക്കി ഇമ്പോർട്ടിൽ, ഓക്കെ, പിക്ചറൊക്കെ ഇമ്പോർട്ട് ചെയ്യാനായിട്ട് നമ്മൾ ഇമ്പോർട്ട് എന്നൊരു ഓപ്ഷനായിട്ട് യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാൻ ബാക്ക്ഗ്രൗണ്ടിന് പകരം, അതായത് ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടിന് പകരം നമുക്ക് ജസ്റ്റ് ഒന്ന് ഗൂഗിളിലൊക്കെ ടെക്സ്റ്റർ ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ബ്ലാക്ക് ടെക്സ്റ്റർ ബാക്ക്ഗ്രൗണ്ട് എന്നൊക്കെ ടൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്ന ഇമേജ് എന്താവും, ഇതിൻ്റെ ഉള്ളിലേക്ക് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ഫയലിൽ വന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇമ്പോർട്ടാണ് കേട്ടോ യൂസ് ചെയ്യുക. പിക്ചർ കോറൽ ഡ്രോയ്ക്കും പിക്ചർ യൂസ് ചെയ്യാനായിട്ട് ഇമ്പോർട്ടാണ് യൂസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ തോന്നിയത് എന്താണ്, ഒന്നും കാണാൻ പറ്റാത്തതിന് നമ്മൾ വൈറ്റ് കളറിലാണ് കൊടുത്തിരിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ആണ്, ഒബ്ജക്റ്റും വൈറ്റ് ആണ്, ടെക്സ്റ്റും വൈറ്റ് ആണ്. വൈറ്റിൽ വൈറ്റ് ഒന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കാണാൻ പറ്റില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ ഫയലിൽ വന്നിട്ട് കണ്ടോ ഇമ്പോർട്ട്, Ctrl+I ആണ് ഷോർട്ട് കീ. ഓക്കെ, Ctrl+I അടിച്ചാലും ഇങ്ങനെ വരും. അതുമല്ലെങ്കിൽ ഫയലിൽ ഇമ്പോർട്ട് എടുത്താലും ഇങ്ങനെ വരും. അപ്പം ഞാനിപ്പോൾ എൻ്റെ പെൻഡ്രൈവിലല്ല ഇവിടെ ഡൗൺലോഡ്സിൽ ഇതിവിടെ കുറേ പിക്കുകൾ ഇവിടെ കണ്ടോ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഞാൻ അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഇവിടെ തൊട്ട് ഇവിടെ വരെ ഡ്രാഗ് ചെയ്യാൻ വയ്ക്കാം. ഓക്കെ, ഇപ്പോൾ ഡ്രാഗ് ചെയ്യുന്ന സമയത്ത് കണ്ടോ കേട്ടോ, എൻ്റെ ഇഷ്ടത്തിന് എന്താ ഈ പിക്ക് ഇവിടെ ഇൻസേർട്ടായി. മനസ്സിലായോ? അതുമല്ല ഞാൻ Ctrl+I അടിച്ചിട്ട് ഈ പിക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് കണ്ടോ, അതായത് ഇപ്പോൾ രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാൻ Ctrl+I അടിച്ചു, ഇവിടുന്ന് ഈ പിക്ക് ജസ്റ്റ് ഒന്നിങ്ങനെ ഡ്രാഗ് ചെയ്യുകയാണെങ്കിൽ, അതായത് ഞാൻ വലിക്കുന്നതിനനുസരിച്ച് എന്താവും, ഈ പിക്ക് എന്തായിക്കൊണ്ടിരിക്കും, വലുതായിക്കൊണ്ടിരിക്കും. അതിനൊരു ലിമിറ്റ് ഇല്ല. മനസ്സിലായില്ലേ? ഞാൻ ഇവിടുന്ന് Ctrl+I അടിച്ചു, ജസ്റ്റ് ഒന്നിങ്ങനെ ഡ്രാഗ് ചെയ്യുന്ന സമയത്ത് കണ്ടോ, ക്ലിക്ക് ചെയ്ത് പിടിച്ച് ഡ്രാഗ് ചെയ്യുന്ന സമയത്ത് ഒരു ലിമിറ്റ് ഇല്ലാത്ത രീതിയിൽ എന്താവും, ഈ പിക്ക് ഇങ്ങനെ കണ്ടോ വലുതായിക്കൊണ്ടിരിക്കും. അതുമല്ല Ctrl+I അടിച്ച് ജസ്റ്റ് ഒന്ന് മൗസ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് കണ്ടോ,
ഈ പിക്ചറിൻ്റെ വലിപ്പം അവിടെ എങ്ങനെയായിരുന്നോ അതായിരിക്കും ഇവിടെ കിട്ടുക. മനസ്സിലായില്ലേ? മനസ്സിലായെന്ന് ഞാൻ കരുതാണ് കേട്ടോ. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഈ ഒരു ഇതിലേക്ക് മുട്ടിച്ച് വയ്ക്കണം. ഇങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അതായത് നിങ്ങൾക്ക് ഫോട്ടോഷോപ്പിൽ യൂസ് ചെയ്തിട്ട് വിഡ്ത്ത് 9.1 ഹൈറ്റ് 5.2 കൊടുത്തിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ലെവലിൽ കിട്ടിക്കോളും. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഇൻസൈറ്റ് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് ലെവലിൽ കിട്ടും. ഓക്കെ, അതേപോലെ തന്നെ ഇതിൻ്റെ ബാക്കിലേക്ക് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ബാക്കിലേക്ക് കൊടുക്കാനായിട്ട് ഒബ്ജക്റ്റിൽ വന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഓർഡറിൽ ബാക്ക് ഓഫ് ലൈൻ, മനസ്സിലായില്ലേ? അപ്പോൾ ഇങ്ങനെ കൊടുക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, ഇങ്ങനെ കൊടുക്കാമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. മനസ്സിലായില്ലേ? ഓക്കെ, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ അടുപ്പിച്ച് വെച്ചേക്കുക. അതുമല്ലെങ്കിൽ ഈ ലെയർ സെലക്ട് ചെയ്ത് ഇതും സെലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാം, അതായത് ഇത് സെലക്ട് ചെയ്തു, ഇതും സെലക്ട് ചെയ്തിട്ട് എല്ലും ടിയും കൊടുത്താൽ മതി. അപ്പോൾ ഇത് കണ്ടോ, കറക്റ്റ് അതിൻ്റെ ഉള്ളിലേക്ക് കയറി വന്നു, മീൻസ് കറക്റ്റ് ഇതായിട്ട് വന്നു. മനസ്സിലായില്ലേ? ഡൗട്ട് ഇല്ലാന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ അതായത് നമ്മളിപ്പോൾ ഇങ്ങനെ കൊടുക്കുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്തു, ഇങ്ങനെ ഷോർട്ട് കീ യൂസ് ചെയ്തിട്ട് കൊടുത്തുന്നുള്ളൂ, വേറെ ഒന്നുമില്ല. കൺട്രോൾ അടിച്ച് ബാക്കിലേക്ക് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്യാം. അതായത് നമ്മുടെ ഇഷ്ടമാണ് എങ്ങനെ ചെയ്യണമെന്നുള്ളത്. ഓക്കെ, ചില ക്ലയൻറ്റിന് ഇങ്ങനത്തെ പ്രിഫറൻസ് വേണമെന്ന് അവർ ഓട്ടോമാറ്റിക്കായിട്ടും വരും. അതല്ലെങ്കിൽ ചില ക്ലയൻറ്റ് പറയും എനിക്കൊരു വിസിറ്റിംഗ് കാർഡ് വേണം, നിങ്ങളുടെ ഇഷ്ടത്തിന് തന്നെ സെറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പം ഞാനിപ്പോൾ ഒരു പിക്ചർ ഇമ്പോർട്ട് ചെയ്യാണ്. ഒരു ബർഗറിൻ്റെ പിക്ക് ഞാൻ പറഞ്ഞു, ബിറ്റ്യൂസ് ബർഗറിൻ്റെ ഒരു ലോഗോയാണ് ഞാൻ, ഏതൊരു കമ്പനിക്ക് ഓരോ ലോഗോയും ഉണ്ടാവുമല്ലോ. ഓക്കെ, അപ്പോൾ അവരുടെ ലോഗോയാണ് ഞാൻ ഇങ്ങോട്ട് അടുത്തതായിട്ട് ഇൻസേർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് കൺട്രോൾ അടിച്ചു ഇമ്പോർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. മറ്റേ പെൻഡ്രൈവ്, മീൻസ് എൻ്റെ പെൻഡ്രൈവാണ് കണക്ട് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ ലോഗോ ലോഗോ നേരത്തെ പറഞ്ഞ രീതിയിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്ത് കൊടുക്കുക. മനസ്സിലായോ? ഓക്കെ, എനിക്കിപ്പോൾ ഈ ഒരു ലോഗോ ഈ ഒരു ലെവലിൽ മതി. എനിക്ക് ചെറുതാക്കണേ നമുക്ക് എന്ത് ചെയ്യാം, കണ്ടോ ഈ രീതിയിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ചെറുതാക്കി കൊടുക്കണമെങ്കിൽ ചെറുതാക്കി കൊടുക്കുകയും ചെയ്യാം. അതുമല്ലെങ്കിൽ ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് എനിക്ക് വേണ്ട, ജസ്റ്റ് ഒന്ന് ഇവിടെ ഇങ്ങനെ മാറ്റി വെച്ചു. ഞാൻ വീണ്ടും ജസ്റ്റ് ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ബ്ലാക്ക് തന്നെയാണ് കുറച്ചുകൂടി ബെറ്റർ എന്ന് തോന്നാണ്. ഓക്കെ, അപ്പം ഞാൻ ഇവിടെ നിന്ന് ബ്ലാക്ക് കളർ സെലക്ട് ചെയ്തു. കണ്ടോ, എങ്ങനെ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ഈ ഡിസൈന് നമുക്ക് എന്ത് ചെയ്യാം, മാറ്റിമറിക്കാം. ഓക്കെ, ചില ആളുകൾക്ക് 2 ഫയൽ മീൻസ് നമുക്ക് എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പോൾ ചില ആളുകൾക്ക് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കും ഇഷ്ടം, അതുകൊണ്ട് മറ്റുള്ള ചിലർക്ക് നേരത്തെ പറഞ്ഞ ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കും ഇഷ്ടം. ഓക്കെ, എനിക്കിപ്പോൾ ഞാൻ തൽക്കാലം ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിലാണ് ചെയ്യുന്നത്. ഓക്കെ, ബിറ്റ്യൂസ് ബർഗർ എന്ന് കൊടുത്തു. ഓക്കെ, അതേപോലെ തന്നെ ഞാൻ ഇവിടെ നിന്ന് പ്ലേസ് ആയിട്ട് ജസ്റ്റ് ഒന്ന് കൊടുങ്ങല്ലൂർ എന്ന് കൊടുക്കാൻ ഉദ്ദേശിക്കുകയാണ്. ഓക്കെ, കൊടുങ്ങല്ലൂർ ആയിക്കോട്ടെ, എന്തോ ആവാട്ടോ. അപ്പം നമ്മൾ എൻ്റെ ഇപ്പോൾ ലോഗോസിൻ്റെ സിമ്പിൾ ഇല്ല. അപ്പം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിത് ഇവിടെ ഉണ്ടോ എന്ന് നോക്കാം. ഇതിപ്പോൾ ഇതിവിടെ കോമൺ ഷേപ്സിൽ ചിലപ്പോൾ ഇവിടെ ഉണ്ടാവും. ഓക്കെ, ഇല്ലെങ്കിൽ നിങ്ങൾ നെറ്റിൽ നിന്ന് എടുത്താൽ മതി. അതും അല്ലെങ്കിൽ കോമൺ ഷേപ്സ് ആയിട്ടുള്ള ഇതിലുണ്ടാവും, ഇതിലിപ്പോൾ ഇല്ല. ഓക്കെ, അപ്പം ഞാൻ ഫയലിൽ വന്നിട്ട് ഇവിടെ നിന്ന് ഇമ്പോർട്ട് ചെയ്യാണ്. ലോഗോയുടെ പിക്കാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നെറ്റിൽ നിന്ന് സെർച്ച് ചെയ്ത് ഞാൻ എടുത്തുന്നുള്ളൂ കേട്ടോ. ഓക്കെ, നിങ്ങൾക്ക് നെറ്റിൽ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ലൊക്കേഷൻ ഐക്കൺസ് എന്നൊക്കെ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കതിന് റിലേറ്റഡ് ആയിട്ടുള്ള ഇമേജുകളൊക്കെയും കിട്ടും. ഓക്കെ, അപ്പോൾ കുറേ കാര്യങ്ങൾ ഞാൻ ഫോട്ടോഷോപ്പിലും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറേ കാര്യങ്ങൾ ഫോട്ടോഷോപ്പിൽ ഇല്ലസ്ട്രേറ്ററിലേക്കും പറഞ്ഞിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ കട്ട് ചെയ്യാമെന്നൊക്കെ ഞാൻ ഫോട്ടോഷോപ്പിൽ ഇല്ലസ്ട്രേറ്ററിലേക്കായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ എപ്പിസോഡ് കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ ഡൗൺലോഡ്സിൽ ജസ്റ്റ് ഒന്ന് ഇവിടെ നോക്കിയേ, ലൊക്കേഷൻ ഈ പിക്കാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഞാൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് കണ്ടോ ആ വലിപ്പത്തിനാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ചില സിറ്റുവേഷൻസിലൊക്കെ നമ്മൾ ഡ്രാഗ് ചെയ്ത് കൊടുക്കേണ്ട അവസ്ഥകൾ വരും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ രണ്ടും കൂടി പറഞ്ഞത് കേട്ടോ. മീൻസ് അത് ഡ്രാഗ് ചെയ്യുമ്പോഴും അതേപോലെ തന്നെ മറ്റേതിൻ്റെ പ്രത്യേകത ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്. ഓക്കെ, ഡ്രാഗ് ചെയ്യുമ്പോഴും അതേപോലെ തന്നെ ക്ലിക്ക് ചെയ്തിട്ട് ആ രണ്ടും തമ്മിലുള്ള കമ്പാരിസനാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇവിടെ ഡ്രാഗ് ചെയ്തെടുക്കുകയാണ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് ചെറുതാക്കി ജസ്റ്റ് ഒന്ന് ഇവിടെ കൊണ്ടുവന്ന് വെച്ചു. ഓക്കെ, ഇത് ട്രാൻസ്പെറൻ്റ് ആട്ടോ, അതുകൊണ്ടാണ് നമുക്ക് കറക്റ്റായിട്ട് ഇവിടെ ആ ഒരു ഇതിൽ തന്നെ കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ജസ്റ്റ് ഒന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ചെറുതാക്കി കൊടുക്കാം. ഒരിക്കലും നിങ്ങൾ സൂമിങ്ങിൽ നിന്നിട്ട് വർക്ക് ചെയ്യാതിരിക്കുക. ഓക്കെ, അത് ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമാണ് കേട്ടോ. ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ ഇതാണ് ചിലപ്പോൾ നീക്കാൻ ഉദ്ദേശിച്ചിരിക്കും. ഓക്കെ, പക്ഷേ ഇവിടെ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് നീക്കുന്ന സമയത്ത് കണ്ടോ, അതായത് ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് ഇവിടെ ഇങ്ങനെ കണ്ടോ, ജസ്റ്റ് ഒന്ന് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ടായിരിക്കും നമ്മളിങ്ങനെ നീക്കുന്നത്. ഓക്കെ, അതായത് നമ്മളിപ്പോൾ ഉദ്ദേശിച്ചിരിക്കുന്ന കാര്യം എന്തായിരിക്കും, ഇത് നീക്കാനായിരിക്കും, ഈ ഐക്കൺ നീക്കാനായിരിക്കും. പക്ഷേ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ ഇവിടെ നിന്ന് നീക്കുന്ന സമയത്ത് കണ്ടോ ഈ ഒബ്ജക്റ്റ് ആയിരിക്കും എന്താവുന്നത്, നീങ്ങുന്നത്. അതായത് ഇപ്പോൾ നമ്മളിങ്ങനെ സൂമിങ്ങിൽ നിന്നിട്ട് ഇങ്ങനെ സൂം ചെയ്യുന്ന സമയത്ത്, സൂമിങ്ങിൽ നിന്നിട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് അറിയില്ല ഏത് ഒബ്ജക്റ്റാണ് സെലക്ട് ആയിരിക്കണമെന്ന് അറിയാൻ ചിലപ്പോൾ പറ്റില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ലെയറിനെ നമുക്ക് എന്ത് ചെയ്യാം, ഫോട്ടോഷോപ്പിൽ ലോക്ക് ചെയ്യുമ്പോൾ തന്നെ ഒബ്ജക്റ്റിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോറൽ ഡ്രോയിൽ ലോക്ക് ചെയ്യാൻ പറ്റും.
അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞത് ബേസ് മുതൽ തന്നെ പോകണമെന്ന്. ഓക്കെ, അപ്പം ഞാനിപ്പോൾ ഇവിടുന്ന് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്തിട്ട് ഇവിടെ ഒബ്ജക്റ്റിൽ ഇതിവിടെ ലോക്കിൽ കണ്ടോ ലോക്ക്. ഇനി എന്തെല്ലാം കാണിച്ചാൽ ഈ ഒബ്ജക്റ്റ് എന്താവില്ല, ഇവിടുന്ന് മീൻസ് മൂവ് ആവില്ല. മനസ്സിലായില്ലേ? എന്തെല്ലാം കാണിച്ചാൽ ഇതിപ്പോൾ സെലക്ട് ചെയ്യാൻ തന്നെ പറ്റൂല. ഓക്കെ, ഇതിൽ അൺസെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, വീണ്ടും ഒബ്ജക്റ്റിൽ വരാം, ഇവിടുന്ന് എന്ത് ചെയ്യുക, ലോക്കിൽ അൺലോക്ക് കൊടുക്കാം. എന്നാൽ മാത്രമേ എന്താവുള്ളൂ ഈ ഒബ്ജക്റ്റിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പിന്നെ മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പം ഞാൻ തൽക്കാലം ലോക്ക് ചെയ്ത് തന്നെ വയ്ക്കുകയാണ് കേട്ടോ. ഓക്കെ, ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഒന്നും കൂടി സെലക്ട് ചെയ്ത് ചെറുതാക്കണം. ഇത്രയും മതി, ഒരുപാട് ചെറുതാക്കണ്ട. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് പൊരി ബസാർ എന്ന് കൊടുക്കാണ്. പിന്നെ ഇവിടുന്ന് പൊരി ബസാർ കോമ കുടുങ്ങി. നേരത്തെ പറഞ്ഞ രീതിയിൽ ഞാനൊരു സൈസ് ഒരു 8 കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. 8 കൊടുത്തു, എൻ്റർ അടിച്ചു. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് കളർ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ജസ്റ്റ് ഒന്ന് വൈറ്റ് ആക്കി മാറ്റുന്നുണ്ട്. വൈറ്റായി ഇവിടെ നിന്ന് എന്ത് ചെയ്യാം, നമുക്കിത് ഇവിടെ നിന്ന് സെറ്റ് ചെയ്ത് വെച്ചു. ഓക്കെ, അപ്പം നമുക്ക് ഈ ഇതിന് ഒപ്പം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ രീതിയിൽ സെറ്റ് ചെയ്യാം കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഇവിടുന്ന് ഇതിവിടെ നോക്കി നമുക്ക് ഈ ഒരു റൂളർ കാണാൻ പറ്റും. എല്ലാ സിസ്റ്റത്തിലും നമുക്ക് കാണണം എന്നില്ല. അപ്പോൾ വ്യൂ മെനുവിൽ വന്നിട്ട് നമുക്കിത് ഇവിടെ റൂളേഴ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് ചിലപ്പോൾ ഇങ്ങനെ ഓഫ് ആയിരിക്കും ചില കമ്പ്യൂട്ടറിലേക്ക്. അപ്പോൾ നമുക്കിത് കാണണമെന്നുണ്ടെങ്കിൽ നേരെ വ്യൂവിൽ വരാം, ഇവിടെ നിന്ന് എന്ത് ചെയ്യുക, റൂളേഴ്സിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ജസ്റ്റ് ഒന്നിങ്ങനെ ഒരു വര കണ്ടോ, അതായത് ഇപ്പോൾ ജസ്റ്റ് ഒന്ന് മൗസ് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് പിടിക്കുക ഇവിടെ. ഓക്കെ, ക്ലിക്ക് ചെയ്ത് പിടിച്ചിട്ട് മൗസ് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്യുന്ന സമയത്ത് പിന്നെ റൂളർ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ. ഇതൊക്കെ നമുക്ക് വളരെയധികം ഇതിൻ്റെ ഉള്ളിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കേട്ടോ. ഓക്കെ, ഈ റൂളേഴ്സ് എല്ലാം വരുന്ന അധ്യായത്തിൽ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഈ റൂളേഴ്സ് ഒക്കെ. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടുന്ന് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്തിട്ട് ഇതിനൊപ്പം ഉദ്ദേശിക്കാനാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ ഒരു ഇതിൻ്റെ ഈ ടെക്സ്റ്റിൻ്റെ ഒപ്പം തന്നെ. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ ഇങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് കണ്ടോ ചെറുതാക്കി കൊടുത്തു. ഓക്കെ, അപ്പോൾ അതെന്തായി, അവിടെ അതെന്തായി കറക്റ്റായിട്ട് വന്നു. ഓക്കെ, ഇപ്പോൾ ജസ്റ്റ് ഒന്നും കൂടി സൂം ചെയ്തിട്ട് ഈ ബീഡ് അവിടെ കൊണ്ടുവന്നു. ഈ ലോഗോയും പോയിട്ട് ഈ ഒരു ലൊക്കേഷൻ്റെതും ഇവിടെ തന്നെ കൊണ്ടുവന്നേക്കാം. ഓക്കെ, അപ്പോൾ അലൈൻമെൻറ്റ് വരുന്ന സമയത്ത് ആ വർക്കിന് തന്നെ നമുക്കൊരു ഫിനിഷിങ് തോന്നും. ഓക്കെ, ഒരു ഐശ്വര്യം തോന്നും നമുക്ക്. ഒരു വർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ തോന്നിയ രീതിയിൽ എന്ത് ചെയ്യുക, അതായത് ചെയ്യാതിരിക്കുക. എനിക്കിപ്പോൾ തോന്നുകയാണ് ഇതിനൊരു വേറൊരു കളർ കൊടുക്കണം. അതായത് ഇപ്പോൾ ഞാനൊരു കാര്യം പറയാം. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഒരു വിസിറ്റിംഗ് കാർഡിൽ നമുക്ക് ഇപ്പോൾ എന്തെങ്കിലും ഒരു ലോഗോയോ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഡിസൈൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം ആയിക്കോട്ടെ, ഒരു വിസിറ്റിംഗ് കാർഡ് ആയിക്കോട്ടെ, ഒരുപാട് കളറുകൾ നമ്മൾ കൊടുക്കാതിരിക്കാം. ഇപ്പോൾ നമുക്ക് ഈ ഒരു ലോഗോ തന്നെ നോക്കി, ഇതിൻ്റെ ഉള്ളിൽ എത്ര കളേഴ്സ് വന്നിട്ടുണ്ട്, മാക്സിമം 4 കളർ അല്ലെങ്കിൽ ഒരു 3 കളർ. ഓക്കെ, അപ്പോൾ ഒരു ലോഗോ തന്നിട്ടുണ്ടെങ്കിൽ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള കളറുകൾ എന്ത് ചെയ്യുക, നിങ്ങൾ ആ ഒരു വർക്കിൽ ഉൾക്കൊള്ളിക്കാൻ നോക്കാം. ഓക്കെ, ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു ഐ ഡ്രോപ്പർ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് ഇവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് കണ്ടോ ആ ഒരു വർക്കിന് തന്നെ മാറ്റങ്ങൾ കണ്ടോ. നേരത്തെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ കിടന്നത്, പക്ഷേ ഈ ഒരു വർക്കിന് തന്നെ മാറ്റങ്ങൾ നിങ്ങൾക്ക് തന്നെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഞാനിപ്പോൾ ഇത് ക്ലിക്ക് ചെയ്തു, ഇവിടെ ക്ലിക്ക് ചെയ്തപ്പോൾ കണ്ടോ, ഇതിൽ നോക്കി കണ്ടോ, ഇവിടെ വന്ന മാറ്റങ്ങൾ കണ്ടോ. ഇത് ഐ ഡ്രോപ്പർ എടുത്തിട്ട് ജസ്റ്റ് ഇതിൽ ക്ലിക്ക് ചെയ്തു, വീണ്ടും ഇവിടെ ക്ലിക്ക് ചെയ്തു. മനസ്സിലായല്ലേ? അതായത് അതിന് പിന്നെ മാറ്റങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ശ്രദ്ധിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ലോഗോയുടെ കളറുകൾ എന്ത് ചെയ്യുക, നിങ്ങൾ ബാക്കിയുള്ള ഇതിന് നിങ്ങൾ എന്ത് ചെയ്യുക, കൊടുക്കാൻ നോക്കുക. അതായത് ഇപ്പോൾ അങ്ങനെയായിരിക്കും, അങ്ങനെ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. ഓക്കെ, നമ്മളിപ്പോൾ ചില ലോഗോ ഇപ്പോൾ ചില വെബ്സൈറ്റൊക്കെ നോക്കുന്ന സമയത്താണെങ്കിൽ അവരുടെ ലോഗോയിലുള്ള തീമിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കും മിക്ക ഐക്കൺസിനായാലും ബാക്ക്ഗ്രൗണ്ടിനായാലും ടെക്സ്റ്റിനായാലും അവർ കൊടുക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് അതിനൊരു നമുക്ക് എന്താ പറയുക, ഒരു പ്രത്യേക ഒരു അട്രാക്ഷൻ നമുക്ക് ഫീൽ ചെയ്യും. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞു കേട്ടോ. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടം പോലെ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. ഓക്കെ, മീൻസ് നിങ്ങൾക്ക് ഇഷ്ടം പോലെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാര്യമാണ് ഞാൻ പറയണുള്ളൂ, മാക്സിമം 3 കളർ കൊടുക്കാൻ നോക്കുക, 3 അല്ലെങ്കിൽ 4. ഓക്കെ, 10-15 കളറൊന്നും ഒരു കാർഡിൽ ഒരു വിസിറ്റിംഗ് കാർഡ് കട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കൊടുക്കാതിരിക്കാൻ നോക്കുക. ഓക്കെ, മാക്സിമം ലോഗോയുടെ കളറുകൾ എന്ത് ചെയ്യാം, നിങ്ങൾ ചൂസ് ചെയ്യാൻ നോക്കുക. ഓക്കെ, അപ്പം ഞാനിപ്പോൾ ലാസ്റ്റായിട്ട് ഇവിടുന്ന് ഒരു ഒബ്ജക്റ്റ് കൂടി ഇത് ഇവിടെ നിന്ന് വരയ്ക്കുന്നുണ്ട്. ഓക്കെ, പുറത്തേക്ക് പോയെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് ഇവിടുന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. വയർ ഫ്രെയിമിൽ വന്നിട്ട് കണ്ടോ, ഇവിടുന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ പുറത്തേക്ക് പോയിട്ടൊന്നുമില്ല. ഓക്കെ, അങ്ങനെ ഡൗട്ട് വരാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് വീണ്ടും വ്യൂവിൽ എൻഹാൻസ്ഡ് മോഡിൽ വന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്താൽ ലോഗോ ഇതിൽ തന്നെ വന്നിട്ട് കണ്ടോ, ഇവിടുന്ന് ഇങ്ങനെ താഴോട്ട് ഇത് ചെയ്താൽ മതി. ഓക്കെ, ഞാൻ ഇവിടുന്ന് കളർ ജസ്റ്റ് ഒന്ന് മാറ്റാം. ഓക്കെ, അപ്പം ഞാനിപ്പോൾ ഇവിടെ വന്നു, ഇവിടുന്ന് ഈ ഐ ഡ്രോപ്പർ ഇവിടെ ഉണ്ടാവും കേട്ടോ. ഓക്കെ, ഐ ഡ്രോപ്പർ എടുത്തു,
ഇഷ്ടമുള്ളൊരു കളർ നമുക്ക് എന്ത് ചെയ്യാം, വേണ്ട കൊടുത്ത് നോക്കാം. കൊടുത്തു കൊടുക്കാൻ കാശ് കൊടുക്കൊന്നുമില്ലല്ലോ. ഓക്കെ, അപ്പം നമുക്ക് ഇഷ്ടമുള്ള കളർ വേണ്ട, നമുക്ക് ഇവിടുന്ന് ഇഷ്ടം പോലെ ഇവിടുന്ന് കൊടുത്ത് നോക്കാം. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഇവിടുന്ന് ഓക്കെ പ്രസ് ചെയ്ത്. അപ്പോൾ ഇത് സെലക്ട് ചെയ്തിട്ടില്ലാണ്, അതുകൊണ്ടാണ് വരാതിരുന്നത്. അതുപോലെ ഈ ഒബ്ജക്റ്റിൻ്റെ പുറത്തേക്ക് പോയിട്ടുണ്ടാവും. നമുക്ക് നോക്കാം. ജസ്റ്റ് ഒന്ന് ആദ്യമേ തന്നെ അൺലോക്ക് ചെയ്യാണ്. അൺലോക്ക് ചെയ്തു. ചിലപ്പോൾ പുറത്തേക്ക് പോയിട്ടുണ്ടാവാം ഒബ്ജക്റ്റ്. കണ്ടോ, പുറത്തേക്ക് പോയേക്കണോ. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സിറ്റുവേഷൻസിൽ നമ്മൾ എന്ത് ചെയ്യും, എന്തോരം കളർ കൊടുത്താലും പിന്നെ അത് വരില്ല. അതായത് നമ്മളിപ്പോൾ ഇങ്ങനെ പുറകിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഡൗട്ട് വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഈ ലെയറിനെ അൺലോക്ക് ചെയ്തിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മാറ്റി നോക്കാം. പുറത്തേക്ക് പോയിട്ടുണ്ടോ, മീൻസ് ബാക്ക്ഗ്രൗണ്ടിലേക്ക്, അതായത് ഇപ്പോൾ പുറത്തെ ലെയറിലേക്ക് പോയിട്ടുണ്ടോ എന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ ഇവിടെ നോക്കിയ സമയത്ത് പുറത്തേക്കാണ് പോയിരിക്കുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, അതിനെ എന്താ പറയുക, ജസ്റ്റ് ഒന്ന് ഫ്രണ്ടിലേക്ക് കൊണ്ടുവരാണ്. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഇതിനെ ജസ്റ്റ് ഒന്ന് ഞാനിപ്പോൾ ഇവിടെ നോക്കി ഇത് മൊത്തം സെലക്ട് ചെയ്യില്ല, ഇത് സെലക്ട് ചെയ്തു. ജസ്റ്റ് ഒന്ന് സിയും ഇയും അടിച്ചിട്ടുണ്ടെങ്കിൽ അത് സെൻറ്ററിലേക്ക് ആയിട്ട് വരും. ഓക്കെ, അതുമില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പണ്ടത്തെ രീതിയിൽ തന്നെ ഇവിടെ നിന്ന് കൊണ്ടുവന്ന് വയ്ക്കാം. ഓക്കെ, ഇങ്ങനെ വെച്ചു. അതുകൊണ്ട് ഈ കൺട്രോൾ സെറ്റ് അടിച്ച് ബാക്കിലേക്ക് വന്നാലും മതി കേട്ടോ. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഈ ലെയറിനെ ബാക്കിലേക്ക് കൊണ്ടുവരാം. ഓക്കെ, ബാക്കിലേക്ക് കൊണ്ടുവരാനായിട്ട് ഒബ്ജക്റ്റിൽ വന്നിട്ട് നമുക്കിത് ഇവിടുന്ന് ഓർഡറിൽ ഇത് കണ്ടോ, ഇവിടുന്ന് ബാക്ക് ഓഫ് ലെയർ. ഓക്കെ, അപ്പോൾ ഇത് എന്തായി, ഈ ഒബ്ജക്റ്റ് എന്തായി, നേരെ പുറകിലേക്ക് പോയി. ഓക്കെ, അപ്പോൾ എന്തായി, പുറകിൽ കിടന്ന ലെയർ എന്തായി, നേരെ ഫ്രണ്ടിലേക്കും വന്നു. മനസ്സിലായെന്ന് കരുതാണ്. ഓക്കെ, അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് കളർ ഒന്നുകൂടി മാറ്റാണ്. ആ കളർ ഒരു മെനയില്ലാത്ത കളറായി പോയി. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് ഈ ഒരു കളർ കൊടുത്തു നോക്കാം. കണ്ടോ, അപ്പോൾ ആ ഒരു കളർ കറക്റ്റായിട്ട് ഇവിടെ വന്നു. ഇത് നോക്കിയതും എനിക്ക് ഒരു ഗുമായിട്ട് തോന്നുന്നില്ല. അപ്പോൾ ഈ ഒരു കളർ കൊടുത്തു നോക്കാം, അതും ഒരു ഇതായിട്ട് തോന്നിയില്ല. ഇതൊന്ന് കൊടുത്തു നോക്കാം. ഓക്കെ, അതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള കളർ ഇവിടെ നിന്ന് കൊടുക്കാം കേട്ടോ. അതുമില്ലെങ്കിൽ ഇഷ്ടമുള്ള കളേഴ്സ് നമുക്ക് എന്ത് ഇവിടെ നിന്ന് കണ്ടോ കൊണ്ടൊന്ന് കൊടുക്കാൻ ചെയ്യും. തൽക്കാലം ഈ ഒരു കളറിൽ കൊടുത്തിട്ട് ഫൈനലൈസ് ചെയ്യാണ്, അല്ലെങ്കിൽ എപ്പിസോഡിൻ്റെ ഇത് കൂടും, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പം ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ഔട്ട്ലൈൻ അൺ ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ഇത് കണ്ടോ, നമുക്ക് അത്യാവശ്യം നീറ്റായിട്ടുള്ള ഒരു ഇത് കിട്ടി. നമുക്കിത് ഇവിടെ നിന്ന് കണ്ടോ, ഇവിടെ നിന്ന് കറക്റ്റ് അടുപ്പിച്ചു. ഓക്കെ, അതേപോലെ തന്നെ ഇവിടെ ഓക്കെയാണ്. ഇനി വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് മൊത്തം സെലക്ട് ചെയ്തിട്ട് പുറത്തേക്ക് പോയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ വീണ്ടും വ്യൂവിൽ ഇവിടെ വയർഫ്രെയിം. ഇപ്പോൾ തൽക്കാലം ഇവിടുന്ന് ഔട്ട്ലൈനൊന്നും പുറത്തേക്കായിട്ട് പോയിട്ടൊന്നുമില്ല. ഓക്കെ, അപ്പോൾ എല്ലാം ഉള്ളിൽ തന്നെയാണ് നിൽക്കുന്നത്. ഓക്കെ, വീണ്ടും എന്ത് ചെയ്തു, വ്യൂവിൽ എൻഹാൻസ്ഡിൽ വന്നിട്ട് ഇങ്ങനെ വന്നു. ഓക്കെ, ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഹൈറ്റ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് കൂട്ടി കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇവിടുന്ന് ചെയ്യുന്ന സർവീസുകൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇവിടുന്ന് കൊടുക്കണമെങ്കിൽ കൊടുക്കാൻ പറ്റും. അതായത് ഇപ്പോൾ മീൻസ് ഓൾ ഡെലിവറി അവൈലബിൾ, അങ്ങനെ അതേപോലെ തന്നെ ഇവിടുന്ന് ചിക്കൻ, അതേപോലെ തന്നെ വെജ്, അങ്ങനെ പറഞ്ഞ് നമുക്ക് എന്തെല്ലാം സർവീസുകളാണോ നമുക്ക് ഇവിടെ നിന്ന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഹൈലൈറ്റ് ആയിട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്, അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൊടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത്രയും വേണ്ട, ഇത്രയും കൊടുക്കാം. ഓക്കെ, ഇവിടുന്ന് ഫോണ്ടൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് മാറ്റാം. സാധാരണ എല്ലാവരും ഉണ്ടോ ഏരിയയിൽ തന്നെയാണ് കൊടുക്കാറുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോണ്ട് കൊടുത്തേക്കുക. ഏരിയയിൽ തന്നെ മാക്സിമം മീൻസ് ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്ന, അതായത് ഇപ്പോൾ ബ്രാൻഡിൻ്റെ നെയിം, ഫോൺ നമ്പറുകൾ, ഇതെല്ലാം എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിൽ എന്താ പറയുക, ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ കൊടുക്കാൻ ഉദ്ദേശിക്കും. മീൻസ് ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്ന ടെക്സ്റ്റുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എന്ത് ചെയ്യുക, മാക്സിമം ഏരിയൽ ഫോണ്ടിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, യൂസ് ചെയ്യാൻ നോക്കാം. ഓക്കെ, നമുക്ക് ഇവിടെ നിന്ന് വേണമെന്നുണ്ടെങ്കിൽ QR കോഡൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നിന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ ഒരു QR കോഡ് എങ്ങനെയാണ് സെറ്റ് ചെയ്യണമെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഒരു QR കോഡ് ഇതിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. QR കോഡ് ഞാൻ ജനറേറ്റ് ചെയ്തത് എങ്ങനെയെന്ന് കാണിക്കുന്നില്ല, ഓൾറെഡി പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്, മുന്നത്തെ എപ്പിസോഡിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു ഉപയോഗം ഞാനിപ്പോൾ പറയാം. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ എന്തെങ്കിലും വിസിറ്റിംഗ് കാർഡ് കിട്ടുന്ന സമയത്ത് എന്താ പറയുക, ഇപ്പോൾ നമ്മുടെ ആ ഒരു ക്ലയൻറ്റിൻ്റെ കയ്യിൽ നിന്നും, അതായത് ആ കിട്ടിയ വ്യക്തിയുടെ കയ്യിൽ നിന്നും ആ നമ്പർ പോയി, അതുമല്ലെങ്കിൽ ആ ബ്രാൻഡിൻ്റെ പേര് ജസ്റ്റ് ഒന്നിങ്ങനെ മാഞ്ഞു പോയി. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഈ QR കോഡ് നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ വ്യക്തിയുടെ ഡീറ്റെയിൽ എന്താവും ഈ ഒരു QR കോഡിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കാരണം, അതായത് ഇപ്പോൾ ഞാനിപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൊടുത്തിരിക്കുന്നത് ഫോൺ നമ്പറും ബിച്ചൂസ് ബർഗർ
കൊടുങ്ങല്ലൂർ പൊരി ബസാർ എന്നൊരു ഡീറ്റെയിൽ അടങ്ങിയ ഒരു QR കോഡാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഈ ഒരു QR കോഡിൽ ഞാൻ സെറ്റ് ചെയ്യാൻ പോകുന്ന QR കോഡിൽ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നാളെ ഒരിക്കൽ ആ ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്ന്, അപ്പോൾ ആ ഒരു കിട്ടിയ വ്യക്തിയുടെ കയ്യിൽ നിന്നും ബ്രാൻഡിൻ്റെ പേര് അല്ലെങ്കിൽ ഫോൺ നമ്പറൊക്കെ പോകുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ QR കോഡ് സ്കാൻ ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ആ വ്യക്തിയെ മീൻസ് ആ ഒരു വ്യക്തിയുടെ ഡീറ്റെയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടുപിടിക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ QR കോഡ് ആഡ് ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പം ജസ്റ്റ് ഒന്ന് QR കോഡ് ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തു. ഓക്കെ, അപ്പോൾ ഒരു QR കോഡിൻ്റെ ഒരു ചുമ്മാ ഒരു ഇതുപോലെ ആഡ് ചെയ്ത് കൊടുത്തു. ഇത് എവിടെ വേണമെങ്കിലും വയ്ക്കാം കേട്ടോ, ഇവിടെ വേണമെങ്കിൽ ഇവിടെ വയ്ക്കാം, അല്ലെങ്കിൽ ഇവിടെ ടോപ്പിലായിട്ട് കൊടുക്കാറൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ഇവിടെ വെച്ചു. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഇമേജിൻ്റെ വലുപ്പം നമുക്ക് വേണമെങ്കിൽ കൂട്ടണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കൂട്ടി കൊടുക്കാം. അത്യാവശ്യം ഒരു ഇതായിട്ട് ഇരുന്നുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ വലുപ്പം നമുക്ക് എന്ത് ചെയ്യാം, കൂട്ടി കൊടുക്കാം. കൊടുക്കാം, ജസ്റ്റ് ഒന്ന് വലുതാക്കി കൊടുക്കാം. മനസ്സിലായോ? അത് നമ്മുടെ ഇഷ്ടമാണ്. അതായത് നമുക്ക് ടൈം പോലെ നമുക്ക് എന്ത് ചെയ്യാം, വലിപ്പം കൂട്ടണമെങ്കിൽ കൂട്ടി, കുറയ്ക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ചെടുക്കാൻ പറ്റും. അതുവഴി നമുക്ക് എന്ത് ചെയ്യാം, പണ്ടത്തെ പോലെ വേണമെന്നുണ്ടെങ്കിൽ കൺട്രോൾ അടിച്ച് നമുക്ക് താഴോട്ട് വരാമല്ലോ, അതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. ഓക്കെ, അപ്പം നമുക്ക് എപ്പോഴാണ് ഒരു ഫിനിഷിങ് ഇപ്പോൾ ഈ ഒരു ലെവലിൽ നിൽക്കുന്ന സമയത്ത് തോന്നാണ് പണ്ടത്തെ വർക്ക് തന്നെയാണെന്ന് നല്ലത്, അല്ലെങ്കിൽ മീൻസ് പണ്ടത്തെ സൈസ് തന്നെയാണെന്ന് നല്ലത് എന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കൺട്രോൾ അടിച്ച് പണ്ടത്തെ സൈസിലേക്ക് വരാം. അതുമല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് വലുപ്പം കൂട്ടണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇഷ്ടത്തിന് കൂട്ടുകയും ചെയ്യാം. ഓക്കെ, അപ്പം ഞാൻ കുറച്ച് ബർഗറിൻ്റെ പേരുകളൊക്കെ ഇവിടെ ആഡ് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പം ഞാൻ ജസ്റ്റ് ഒന്നിങ്ങനെ വലുതാക്കി, വലുതാക്കിയിട്ട് ജസ്റ്റ് ചെറുതാക്കണം, ഇത്രയും വേണ്ട, ഇത്ര മതി. ഓക്കെ, ടെക്സ്റ്റ് ടൂൾ എടുക്കുകയാണ്, ക്ലിക്ക് ചെയ്യാണ്. ഓക്കെ, ക്ലിക്ക് ചെയ്തിട്ട് എനിക്കിപ്പോൾ 24 ഒന്നും വേണ്ട, ഇവിടെ ഒരു 12 ഒരു 10 ഒരു സൈസ് മതി. 10 കൊടുത്തു, എൻ്റർ അടിച്ചു. അപ്പോൾ ഞാൻ ഇവിടുന്ന് ചീസ് ബർഗർ എന്ന് കൊടുക്കുകയാണ്. ഞാൻ എല്ലാം ക്യാപ്സിലാണ് കൊടുക്കുന്നത്. ചീസ് ബർഗർ BURGER ഒരു കൊടുത്തിട്ട് ഞാൻ ഇതിൻ്റെ സൈസ് ഒരു 8 ആക്കാണ്. കറക്റ്റ് അവിടെ കയറ്റണമല്ലോ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അതുമല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഇതിൻ്റെ സൈസ് ഒന്നും കൂടി ഞാൻ ജസ്റ്റ് ഒന്നിങ്ങനെ നീക്കി വെച്ച് ജസ്റ്റ് ഒന്നും കൂടി വലുതാക്കിയിട്ട് രണ്ടായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ സ്പ്ലിറ്റ് ചെയ്യിക്കാം. ഓക്കെ, അതായത് ഇപ്പോൾ 2 പാരഗ്രാഫായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് സ്പ്ലിറ്റ് ചെയ്യിക്കാം. എൻ്റർ അടിച്ചു. ഇവിടുന്ന് ഇതിനെ സെൻറ്റർ ആക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിത് ഇവിടുന്ന് ഇവിടെ കണ്ടോ, ഇവിടെ സെൻറ്റർ. ഓക്കെ, ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്, ഇതിങ്ങനെ സെൻറ്റർ ആക്കരുത്. ക്ലിക്ക് ചെയ്ത് വെച്ചിട്ട് ഇതിങ്ങനെ കണ്ടോ, സ്പേസ് ബാർ അടിച്ചിട്ട് ഇന്ന് സെറ്റ് ചെയ്തങ്ങനെ ചെയ്യരുത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് സെൻറ്ററിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ കണ്ടോ, ലെഫ്റ്റ് ഉണ്ട്. അപ്പോൾ ഈ സിയും എഫും എന്തായി, കറക്റ്റ് ചെയ്തായി. സെൻറ്റർ ഉണ്ട്, സെൻറ്ററിലേക്ക് പോരും. അതേപോലെ തന്നെ ഇവിടുന്ന് റൈറ്റ് ഉണ്ട്, 6 മാർക്ക് കണ്ടോ, സെൻറ്ററിലേക്ക്. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ രീതിയിൽ സെറ്റ് ചെയ്ത് കൊടുക്കണമെങ്കിൽ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഒരിക്കലും ഈ സ്പേസ് അടിച്ചിട്ട്, അതായത് ഇപ്പോൾ ആ രീതിയിൽ എന്ത് ചെയ്യരുത്, നിങ്ങൾ സെറ്റ് ചെയ്ത് വയ്ക്കരുത്. ഓക്കെ, അപ്പോൾ കോമറ്റു എൻ്റർ അടിച്ചു. എന്ത് ചെയ്യുക, നേരെ സെലക്ഷൻ ചെയ്യുക, ഇവിടെ നിന്ന് എന്ത് ചെയ്യുക, സെൻറ്റർ ചെയ്ത് കൊടുത്തു. ഇങ്ങനെ സെറ്റ് ചെയ്തു. ഇതിനെ നമുക്ക് കറക്റ്റ് സെൻറ്റർ ആക്കണമെന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ വെച്ചിട്ട് കണ്ടോ, നമുക്ക് ഈ രീതിയിൽ നോക്കി ഇവിടെ നിന്ന് ഇങ്ങനെ സെറ്റാക്കി വയ്ക്കാം. അതും അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെയും ക്ലിക്ക് ചെയ്യാം. ഈ 2 ഒബ്ജക്റ്റ് ഒരുമിച്ച് സെലക്ട് ചെയ്യാനായിട്ട് ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് പോയാൽ മതി. അതുമല്ലെങ്കിൽ സെലക്ട് ചെയ്യുക, ഇവിടെ നിന്ന് സെലക്ട് ചെയ്യുക, കീബോർഡിൽ CM E അടിക്കുക. അതായത് ഞാനിപ്പോൾ ഇവിടെ നോക്കി, ഈ ടെക്സ്റ്റ് ഇവിടെയായിരിക്കുന്നത്, അതേപോലെ തന്നെ ഒബ്ജക്റ്റ് ഇവിടെയായിരിക്കുന്നത്. അപ്പോൾ ടെക്സ്റ്റും സെലക്ട് ചെയ്യുക, ഒബ്ജക്റ്റും സെലക്ട് ചെയ്യുക, കീബോർഡിൽ CE കണ്ടോ, സെൻറ്ററിൻ്റെ ആദ്യത്തെ 2 ലെറ്റേഴ്സ് CM E. ഓക്കെ, അത് ഞാൻ യൂസ് ചെയ്തു. ജസ്റ്റ് ഒന്ന് ഇവിടുന്ന് കളർ മാറ്റി കൊടുക്കാം. ഓക്കെ, ഞാൻ ഇവിടുന്ന് എന്ത് ചെയ്യേണ്ടത്, ജസ്റ്റ് ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ഒരു വൈറ്റ് ആക്കാണ്. ഓക്കെ, വൈറ്റ് ആക്കിയാൽ കുറച്ചുകൂടി കാണാൻ ബെറ്റർ. അതുപോലെ നമുക്ക് എന്ത് ചെയ്യും, ഇവിടുന്ന് സെലക്ട് ചെയ്യാം. എന്തെങ്കിലും സെലക്ഷൻ മസ്റ്റ് ആണ് കേട്ടോ. ഓക്കെ, ടെക്സ്റ്റുകൾ ആക്റ്റീവ് ചെയ്തു. ഇവിടുന്ന് നമുക്ക് എന്ത് ചെയ്യാം, വേറെ ഫോണ്ടുകൾ വേണമെന്നുണ്ടെങ്കിൽ കണ്ടോ, നമുക്ക് ഇവിടുന്ന് വേറെ ഫോണ്ടുകളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ യൂസ് ചെയ്യാം. മനസ്സിലായല്ലോ? ജസ്റ്റ് ഒന്ന് നോക്കി ഇങ്ങനെ സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഇവിടുന്ന് ഫോണ്ടുകൾ മാറ്റി വെക്കാം. ഓക്കെ, അപ്പോൾ ഇത് കണ്ടോ, ഫോണ്ടുകൾ മാറിയത് കണ്ടോ. ഓക്കെ,
ഈ രീതിയിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഇവിടുന്ന് കണ്ടോ ഒരു വിസിറ്റിംഗ് കാർഡിൻ്റെ രൂപമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൊടുക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ കൊടുക്കാൻ പറ്റും. ഇവിടെ ബോൾഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ബോൾഡ് ആക്കണമെങ്കിൽ ബോൾഡ് ആക്കാം, അതേപോലെ ഇറ്റാലിക് ആക്കാം, അണ്ടർലൈൻ ചെയ്യാം. ഇതൊക്കെ നമുക്ക് ഇവിടുന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇതിനെക്കുറിച്ച് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഇവിടുന്ന് വരാട്ടോ. എനിക്ക് ഇപ്പോൾ ഒരു ഫോണ്ട് ഒരു ഇതായിട്ട് തോന്നിയില്ല, അതുകൊണ്ട് കണ്ടോ. അങ്ങനെ പല ഫോണ്ടുകളും നമുക്ക് എന്ത് ചെയ്യാം? ഇവിടുന്ന് ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഇവിടുന്ന് കണ്ടോ അങ്ങനെ ലൈവായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? കണ്ടുകൊണ്ട് നമുക്ക് ഇവിടുന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരാം. എനിക്ക് കുറച്ച് സമയം വേണം നിങ്ങളെ പഠിപ്പിച്ചെടുക്കാനായിട്ട്. ഒരുപാട് നമ്മൾക്ക് ഫോണ്ടുകളൊക്കെ നമുക്ക് നെറ്റിൽ നിന്നൊക്കെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും കേട്ടോ. എനിക്കിപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് ഫോണ്ടുകളുള്ളൂ, അതുകൊണ്ട് ഒരു ഫോണ്ടിൻ്റെ പരിധിയിൽ നിന്നിട്ടാണ് ഞാനും കാണിക്കുന്നത്. അപ്പോൾ ഞാൻ തൽക്കാലം നമുക്കിത് ഈ ഒരു ഫോണ്ട് കൊടുത്തിട്ട് സെറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായി? വിസിറ്റിംഗ് കാർഡ് എന്തായി? സെറ്റായി. ഞാൻ ഇതിലും ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു കളർ തന്നെ ഇവിടെയും കൊടുക്കാണ്. അവിടെ അങ്ങനെ ഒരു ഇതാവട്ടെ. ഓക്കെ, അപ്പോൾ ഞാൻ കുറച്ചുകൂടി ഭംഗിയായിട്ട് തോന്നുന്നു. ഓക്കെ, ഒബ്ജക്റ്റ് ഉണ്ടോ? ഇല്ല, തന്നെ മറ്റേ കളർ തന്നെ കൊടുക്കാം. ഇതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഓക്കെ, മാക്സിമം 3 കളർ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു സംഭവത്തിന് നമുക്ക് എങ്ങനെയാണ് എക്സ്പോർട്ട് ചെയ്ത് കിടക്കണമെന്ന് നോക്കാം. അതായത് നമ്മൾ വാട്സാപ്പ് വഴി അയച്ചു കൊടുക്കണമല്ലോ ഈ സംഭവം, അതായത് ഒരു ക്ലയൻറ്റിന് അയച്ചു കൊടുക്കണമല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സ്പോർട്ട് ചെയ്യാനായിട്ട് ഫയലിൽ വരാം, ഇവിടെ എക്സ്പോർട്ട് എടുക്കാം. എക്സ്പോർട്ട് എടുക്കുന്ന സമയത്ത് നമുക്ക് ഏതൊരു മോഡലാണെന്ന് ചോദിക്കും. അതായത് ഇപ്പോൾ PDF ആയിട്ടാണോ സേവ് ചെയ്യേണ്ടത്, അതേപോലെ തന്നെ JPG ആയിട്ടാണോ, PNG ആയിട്ടാണോ, Adobe Illustrator ആയിട്ടാണോ, അങ്ങനെ പല ഫോർമാറ്റുകളും ചോദിക്കും. ഓക്കെ, ഞാൻ ഇവിടുന്ന് JPG കൊടുക്കാം. ഓക്കെ, JPG എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാ ഇത്. ഓക്കെ, JPG ഇതിവിടെ JPG. ഓക്കെ, ക്ലിക്ക് ചെയ്തു. എങ്കോടാ പോകേണ്ടതെന്ന് വെച്ചിട്ടുണ്ട്. ഞാൻ തൽക്കാലം എൻ്റെ പെൻ ഡ്രൈവിലേക്ക് കൊടുക്കുകയാണ്. ഓക്കെ, ബിച്ചു വിസിറ്റിംഗ് കാർഡ് ഫൈനൽ എക്സ്പോർട്ട്. നമുക്കൊരു പ്രിവ്യൂ പോലെ കണ്ടോ ഇവിടെ കാണിച്ചു തരും. ഓക്കെ, ഇവിടെ നിന്ന് കണ്ടോ ഈ സംഭവം എന്തായിട്ടുണ്ട്? ഇവിടെ സേവ് ആയിട്ടുണ്ട്. ഓക്കെ, എനിക്കിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മൗസിൻ്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ ഓപ്പൺ വിത്ത് സാധാ രീതിയിൽ കാണിച്ചത്. ഇവിടെ ഓപ്പൺ വിത്ത് ഫോട്ടോസ്. കണ്ടോ നമ്മുടെ ചെയ്ത വർക്ക് എന്തായിട്ടുണ്ട്? ഇവിടെ ഫൈനൽ ഔട്ട്പുട്ടായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു വിസിറ്റിംഗ് കാർഡിൻ്റെ ഒരു രീതി കേട്ടോ. ഓക്കെ, ഇവിടെ സൈസൊക്കെ കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് എന്ത് ചെയ്യും? ഇത്ര സൈസൊന്നും വേണ്ട ഒരു നമ്പറിന്. ഓക്കെ, അപ്പോൾ വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം? ഇതിൻ്റെ ഉള്ളിൽ അറ്റകുറ്റപ്പണികളൊക്കെ നടത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? വീണ്ടും ഇതിൻ്റെ ഉള്ളിൽ സൈസുകളൊക്കെ റീഅറേഞ്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഒരു 10 കൊടുത്ത് മാറ്റി 8 ആക്കി നോക്കി. അപ്പോൾ ഇത് കണ്ടോ 8 മാറ്റി ഒരു 9 ആക്കി നോക്കാം. വീണ്ടും സെലക്ട് ചെയ്യാം, വീണ്ടും എന്ത് ചെയ്യാം? 9 ആക്കി നോക്കാം. നമുക്കൊരു സാറ്റിസ്ഫൈഡ് മനസ്സൊരു നമുക്ക് എന്ത് ചെയ്യാം? ഈ വർക്കിൽ റീഅറേഞ്ച് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കാം. ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്? ഇതിനെ ഇങ്ങോട്ട് നീക്കിയിടരുത്. ഇതിങ്ങനെയൊന്നും ചെയ്ത് ഒരിക്കലും വച്ചേക്കരുത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത്, അതായത് ഇപ്പോൾ ഒരു ബൾക്കായിട്ടായിരിക്കും നമ്മൾ കൊടുക്കുക. ഓക്കെ, 100 അല്ലെങ്കിൽ 500 അല്ലെങ്കിൽ 700 അങ്ങനെയായിരിക്കും കൊടുക്കുക. ഒരു വിസിറ്റിംഗ് കാർഡാണെന്ന് ആരും കൊടുക്കുകയൊന്നുമില്ല. പക്ഷേ കട്ട് ചെയ്യുന്ന സമയത്ത് ഈ നമ്പറുകൾ ചിലപ്പോൾ കട്ടായി പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒരു സ്പേസ് ഇവിടെ ഇട്ടേക്കുക. അതായത് കട്ടിങ്ങിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? ഇവിടെ ഒരു സ്പേസ് നിങ്ങൾ കൊടുക്കുക. ഓക്കെ, ഇത് പിന്നെ ഇവിടെ നിന്ന് കട്ടായി പോയാലും കുഴപ്പമില്ല. ഇവിടെ നിന്ന് കണ്ടോ ഇത്രയും സ്പേസ് ഉണ്ട്. ഓക്കെ, ഇത് ഇവിടെ നിന്ന് ഇത്രയും സ്പേസ് ഉണ്ട്. അതുകൊണ്ട് കട്ടായി പോയാലും പിന്നെ സീനൊന്നുമില്ല. പക്ഷേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത്? മാർജിനോട് ചേർന്ന് ഇട്ട് കൊടുക്കരുത്. ഓക്കെ, ഒരു ലെവലൊക്കെ കീപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെയ്യാൻ നോക്കാം. ഓക്കെ, പിന്നെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് Ctrl+S അടിച്ച് സേവ് ചെയ്യാൻ പോക്കാം. ഓക്കെ, ഇടയ്ക്ക് എന്ത് ചെയ്യാം? നമ്മൾ ഈ ഒരു ചെയ്യുന്ന വർക്കുകൾ, അതായത് ഇപ്പോൾ ഒരു ഒബ്ജക്റ്റ് വരച്ചാൽ പോലും, ഞാനിപ്പോൾ ഇവിടെ നിന്ന് ഒരു ഒബ്ജക്റ്റ് ചുമ്മാ ഇങ്ങനെ വരച്ചു, അങ്ങനെ വരച്ചാൽ പോലും നിങ്ങൾ എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് Ctrl+S അടിച്ച് എന്ത് ചെയ്യുക? നിങ്ങൾ സേവ് ചെയ്ത് പോവാം. ഓക്കെ, അപ്പോൾ അങ്ങനെ സേവ് ചെയ്ത് പഠിക്കുക. എങ്ങാനും വലിയ കമ്പ്യൂട്ടർ ഓഫായി പോവോ, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കമ്പ്യൂട്ടർ സ്റ്റക്കായി പോവോ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ കമ്പ്യൂട്ടറൊക്കെ റീസ്റ്റാർട്ട് ചെയ്യേണ്ട അവസ്ഥ വരാം. ഓക്കെ, അപ്പോൾ അങ്ങനെ റീസ്റ്റാർട്ട് ചെയ്യുന്ന അവസ്ഥ വരുമ്പോൾ നമ്മൾ സേവ് ചെയ്തില്ലെങ്കിൽ നമ്മൾ ചെയ്ത വർക്കുകളൊക്കെ ചുമ്മാ പാഴായി പോകും. അത്തരം സമയം നമ്മുടെ പോകും. ഓക്കെ, അപ്പോൾ നിങ്ങളൊക്കെ എന്ത് ചെയ്യുക? ചെയ്യുന്ന സമയത്ത് വർക്കുകളൊക്കെ എന്ത് ചെയ്യാം? സേവ് ചെയ്ത് പോവാം. അതായത് ഓരോ സ്റ്റെപ്പ് കഴിയുമ്പോഴും സേവ് ചെയ്ത് പോവാം. ഈ സ്പെല്ലിംഗ് മിസ്റ്റേക്കൊക്കെ ഉണ്ടാവും കേട്ടോ. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് തട്ടിക്കൂട്ടിയൊരു ചെയ്തൊരു വിസിറ്റിംഗ് കാർഡ് ആയാലും സ്പെല്ലിംഗ് മിസ്റ്റേക്കൊക്കെ ഉണ്ടാവാം, അത് ക്ഷമിക്കാം. വീണ്ടും എക്സ്പോർട്ട് എടുക്കാം. എക്സ്പോർട്ട് എടുത്തിട്ട് ആദ്യം തന്നെയാണോ സേവ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് റീഅറേഞ്ച് ചെയ്യണമെങ്കിൽ റീഅറേഞ്ച് മീൻസ് വിസിറ്റ് 02 എന്ന് പറഞ്ഞ് സേവ് ചെയ്യണമെങ്കിൽ സേവ് ചെയ്യാം കേട്ടോ. ഓക്കെ, നമ്മൾ അവർ പറയാണ് ഇപ്പോൾ ആദ്യം ഡിസൈൻ ചെയ്തതല്ല പിന്നെ ഡിസൈൻ ചെയ്തത് അങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ ആദ്യത്തെ ഡിസൈൻ ചെയ്യുന്ന ഫൈനൽ ചെയ്യാം. അതുമില്ലെങ്കിൽ നമുക്ക് രണ്ടാമത്തെ ഡിസൈൻ ഫൈനൽ ചെയ്യാം. അപ്പം ഞാൻ ഇവിടുന്ന് ചുമ്മാ ഒരു 2 ഫയലായിട്ട് കൊടുക്കുന്നുള്ളൂ. എക്സ്പോർട്ട് ചെയ്തു, ഇവിടുന്ന് വീണ്ടും എന്ത് ചെയ്തു? ഓക്കെ പ്രസ് ചെയ്തു. അങ്ങോട്ട് തന്നെയാട്ടോ വിട്ടത്, എൻ്റെ പെൻ ഡ്രൈവിലേക്ക് തന്നെ വിട്ടത്. അപ്പോൾ അത് കണ്ടോ ബിച്ചൂസ് 02 എന്നുള്ളൊരു ഫയൽ നെയിമിൽ എന്തായിട്ടുണ്ട്? ഇവിടെ സേവ് ആയി. ഇനി നമുക്ക് നോക്കാം. അത് കണ്ടോ
ഓക്കെ, ഇങ്ങനെയാണ് എന്ത് ചെയ്യുക, ഒരു വിസിറ്റിംഗ് കാർഡ് എന്ത് ചെയ്യുക, കോറൽ ഡ്രോയിൽ എന്ത് ചെയ്യുക, ക്രിയേറ്റ് ചെയ്യുക. അപ്പം ഞാൻ പറഞ്ഞ രീതിയിൽ എല്ലാം ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, ബുക്കിലേക്ക് എഴുതി വയ്ക്കുക. നിങ്ങൾ മടിക്കൊന്നും വേണ്ട. എന്താണെന്ന് വെച്ചാൽ നമുക്ക് അറിയില്ലാത്ത കാര്യങ്ങളാണ്. മാർജിനോട് ചേർന്നിട്ട് ഒരിക്കലും ഒരു ടെക്സ്റ്റും എന്ത് ചെയ്യുക, നിങ്ങൾ ഇമ്പോർട്ട് ചെയ്തിട്ട് മീൻസ് അങ്ങനെ എന്താ പറയുക, ഇമ്പോർട്ട് ചെയ്യാതിരിക്കുക. അതായത് ടെക്സ്റ്റ് ഇമേജുകൾ ഇമ്പോർട്ട് ചെയ്ത് മാർജിനോട് ചേർന്ന് വയ്ക്കാതിരിക്കുക, ടെക്സ്റ്റുകൾ എന്ത് ചെയ്യുക, മാർജിനോട് ചേർന്ന് വയ്ക്കാതിരിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു എപ്പിസോഡിൽ നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും കാണാം. ചാനലിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം, കൂടെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തിയേക്കാം. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.